നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ചന്ദ്രരോഗിക്ക് സൗഖ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14 മുതൽ 21 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറേ, ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യമാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളവും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളവും നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലന നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാൽ ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരിൽ 3 പേരെ, യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മറുരൂപ മലയിലേക്ക് അല്ലെങ്കിൽ താബോർ മലയിലേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് 9 ശിഷ്യന്മാർ താഴെ ശേഷിച്ചു. ധാരാളം ആളുകൾ രോഗസൗഖ്യത്തിനായിട്ട് അവരെ സമീപിച്ചിട്ടുമുണ്ട്. ഒരു വലിയ പുരുഷാരമുണ്ട്. അതിലൊരു മനുഷ്യൻ ചന്ദ്രരോഗം ബാധിച്ച തൻ്റെ മകനുമായിട്ട് വന്നു. ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ കഴിയുകയില്ല എന്നവർ പറഞ്ഞില്ല. സൗഖ്യമാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അവർ ചില ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അത് ഫലപ്രദമായില്ല. അപ്പോൾ ആ മനുഷ്യൻ അപ്സെറ്റായി, അദ്ദേഹം ഒഫൻഡഡായി. യേശു 3 ശിഷ്യന്മാരും ഇറങ്ങി വന്നപ്പോൾ പരാതിയുമായിട്ട് വന്നു, നിന്റെ ശിഷ്യന്മാർക്ക് എൻ്റെ കുഞ്ഞിന് സൗഖ്യം നൽകാൻ കഴിഞ്ഞില്ല, നിന്നാൽ കഴിയുമെങ്കിൽ സൗഖ്യം തരണം എന്ന് പറഞ്ഞു. എന്താണ് ഈ വിചിത്രമായ സംഭവത്തിന് കാരണം? ഈ ശിഷ്യന്മാർ മുൻപ് ഭൂതങ്ങളെയൊക്കെ പുറത്താക്കിയിട്ടുള്ളവരാണ്. എന്തുകൊണ്ട് സാധിച്ചില്ല? പിന്നീട് അവര് യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് പുറത്താക്കാൻ സാധിച്ചില്ല? 2 കാര്യമാണ് യേശു പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടെ അവിശ്വാസം അല്ലെങ്കിൽ അല്പവിശ്വാസം. 2, നിങ്ങളുടെ പ്രാർത്ഥനാരാഹിത്യം. ഇതാണ്. എന്തുകൊണ്ടാണ് അവര് ഈ കുഞ്ഞുമായിട്ട് പിതാവ് വന്നപ്പോൾ, ഈ ആവശ്യവുമായി വന്നപ്പോൾ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കൈകോർത്ത് അവർ പ്രാർത്ഥിക്കാൻ തയ്യാറാകാതിരുന്നത്? പ്രിയപ്പെട്ടവരെ, ശരിയായി പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ശുദ്ധ ഹൃദയം, പരമാർത്ഥ ഹൃദയം നമുക്ക് ആവശ്യമാണ്. ഹൃദയത്തിൽ അകൃത്യമുണ്ടെങ്കിൽ ദൈവം കേൾക്കുകയില്ല. എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതി വരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്ന് 66-ാം സങ്കീർത്തനത്തിലുണ്ട്. ഇവിടെ ഹൃദയത്തിൽ അകൃത്യമുണ്ട്. എന്താണ് അകൃത്യം? യേശു 3 ശിഷ്യന്മാരെ വേറിട്ട് കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതാണ് അവരുടെ പ്രശ്നത്തിന് കാരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇല്ലായ്മകൾ ഉണ്ടാകുന്നത് നമുക്ക് വലിയ പ്രശ്നമല്ല. നമ്മൾ ഇതിനേക്കാൾ വലിയ ഇല്ലായ്മകളൊക്കെ സഹിച്ചിട്ടുള്ളവരാണ്. പക്ഷെ വേറൊരാൾക്ക് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമുക്കില്ലെന്നുള്ളതല്ല, മറ്റൊരുത്തിനുണ്ട്, അത് നമുക്ക് പ്രശ്നമാണ്. എന്തുകൊണ്ട് ഈ 3 പേരെ കർത്താവ് പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നു, അവരെ മാറ്റിക്കൊണ്ടു പോകുന്നു? ഈ 9 പേർക്ക് ചിന്തിച്ചാൽ മതി.
തീർച്ചയായിട്ടും അതിനുള്ള യോഗ്യത അർഹത അവർക്ക് കാണും. നമ്മളെക്കാൾ അവർ കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കാം. അങ്ങനെയാണല്ലോ പൗലൂസ് എഴുതിയത്, മറ്റൊരുത്തിനെ ശ്രേഷ്ഠനെന്ന് എണ്ണണം എന്നാണല്ലോ. പക്ഷേ അവർ വിചാരിച്ചത് ഞങ്ങളെക്കാൾ ശ്രേഷ്ഠതയൊന്നും പത്രോസിനും യോഹന്നാനും യാക്കോബിനും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരെ പ്രത്യേകമായി കർത്താവ് കൂട്ടിക്കൊണ്ടുപോയത്? അതാണ് അവരെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുക്കാതിരുന്നത്. ദൈവാത്മാവ് വേണമല്ലോ പ്രാർത്ഥിക്കാൻ പ്രേരണ നൽകാൻ. ദൈവാത്മാവ് പ്രേരണ നൽകാതിരുന്നത് അവരുടെ മനസ്സ് മുഴുവനും യേശു ഈ ചെയ്ത കാര്യത്തിലുള്ള പക, വെറുപ്പ്, അതാണ്. രണ്ടാമത്, ആ 3 ശിഷ്യന്മാരും യേശുവും മറുമലയിലേക്ക് പോയെങ്കിലും നമ്മളെ ഈ 2ആയിട്ട് കർത്താവ് അയച്ചപ്പോൾ നമുക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും എന്നവർ വിശ്വസിക്കേണ്ടതായിരുന്നു. അവര് വിശ്വസിച്ചുമില്ല, അവർ പ്രാർത്ഥിച്ചിട്ടുമില്ല. എങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ സാധിക്കയില്ലെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ ശരിയാക്കാം. പണ്ട് ഗേഹസി എലീശയുടെ കയ്യിൽ വടി കൊടുത്തിട്ട് പറഞ്ഞു, നീ ശൂന്യംകാരിയുടെ മരിച്ച മകന്റെ മുഖത്ത് ഈ വടി വെച്ചാൽ ആ കുഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും. ഗേഹസി വടിയുമായിട്ട് ഓടി. പോകുന്ന വഴിക്ക് ആരോടും ഒന്നും പറയരുത്, വന്ദനം ചെയ്യരുത്, പ്രതിവന്ദനം വരുത്, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇയാൾ അടിച്ചുവിട്ട് പോവുകയാണ്. ആളുകൾ കാത്തിരിക്കുമ്പോൾ വടിയുമായിട്ട് ഇദ്ദേഹം വരികയാണ്. എന്തോ അത്ഭുതം നടക്കുമെന്ന് വിചാരിച്ച ആളുകളെല്ലാം കാണാൻ വേണ്ടി ആ വീടിനകത്തേക്ക് തിങ്ങിക്കേറി. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കൊച്ചിനെ ഉയർപ്പിച്ചേക്കാം, ഇതാ 1 2 3 എന്ന് പറഞ്ഞ് പുള്ളി മുഖത്ത് വടി വെച്ചു. ഒരനക്കവും ഇല്ല. ഇച്ചിരി ഒന്ന് ബലം പിടിച്ചൊന്ന് കുത്തിക്കാണും, ഒരു പ്രയോജനവുമില്ല. നാണം കെട്ടുപോയി. എന്താ കാരണം? ഇയാള് ദ്രവ്യാഗ്രഹിയാണ്. ഇയാള് നയമാന്റെ പൈസ വാങ്ങിക്കാൻ പോകുന്ന ആളാണ്. നയമാന് എലീശാ ചെയ്ത ഉപകാരത്തിന്റെ കൂലി രഹസ്യമായിട്ട് മേടിക്കാൻ പോകുന്ന ആളാണ്. ഈ ഗേഹസി എന്നുള്ളത് ദൈവത്തിനറിയാം. ഇയാൾ കുഷ്ഠരോഗിയാകാൻ പോകുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവം എന്നെ എന്താ ഉപയോഗിക്കാത്തത്, ഞാൻ അതിന് തക്ക തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. നീ തെറ്റ് ചെയ്യാൻ പോവുക, അതുകൊണ്ടാണ്. സർവജ്ഞാനിയായ ദൈവത്തിന് അതറിയാം. നീ നിഗളിക്കാൻ പോവുകയാണ്, നീ ചില പാപം ചിന്തിക്കാനും നോക്കാനും കേൾക്കാനും പറയാനും പോവുകയാണെന്നൊക്കെ ഉള്ളത് ദൈവത്തിനറിയാം. ദൈവം പുറകോട്ട് മാത്രമല്ല മുന്നോട്ടും നോക്കും. അതിനുള്ള കഴിവ് ദൈവത്തിന് ഉണ്ട്. ഇവിടെ ഈ ശിഷ്യന്മാർ അവർ പ്രാർത്ഥിക്കാതെയും ദൈവാശ്രയമില്ലാതെയും അവര് ഈ കേസ് ഏറ്റെടുത്തു. പക്ഷേ ഒരനക്കവും ഉണ്ടായില്ല. അവർ നാണം കെടുവാൻ ഇടയായി. കർത്താവിന്റെ നാമത്തിന് അപമാനം ഉണ്ടായി. അവന്ന് പറയുകയാണ്, ഈ പിതാവ് എന്ന് പറയുകയാണ്, നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, നിന്നാൽ കഴിയുമോ? നിന്നാൽ നീയും ഇവരെ പോലെയാണോ? അതാണ്. അപ്പോ ശിഷ്യന്മാർ നിമിത്തം കർത്താവിന്റെ നാമത്തിന് അപമാനമുണ്ടാകാൻ ഇടയായി. യേശു ആദ്യം ഈ ശിഷ്യന്മാരെയാണ് ശാസിച്ചത്, അവരുടെ അവിശ്വാസത്തെ. അവിശ്വാസം കോട്ടമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, നിങ്ങൾ എൻ്റെ നാമത്തിന് അപമാനം വരുത്തിയാണ്, എൻ്റെ ദൈവത്വത്തെ ആളുകൾ സംശയിക്കാനിടയാക്കുകയാണ്, എൻ്റെ അടുക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ആ നാഴികയിൽ തന്നെ കുഞ്ഞിന് സൗഖ്യമുണ്ടായി. ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? യേശു പറഞ്ഞു, 2 കാര്യം. 1 നിങ്ങളുടെ അവിശ്വാസം, 2 നിങ്ങളുടെ പ്രാർത്ഥനയില്ലായ്മ. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിന് ഒരു വലിയ പ്രാധാന്യം ഈ സഭാ കാലയളവിലുണ്ട്. കാരണം യേശു മലയിലേക്ക് പോയിരിക്കുകയാണ്. യേശു സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. തൊട്ടുപുറകെ പൗലൂസ് പോയി, പത്രോസ് പോയി, യോഹന്നാൻ പോയി. അങ്ങനെ അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും ഒക്കെ പോയിരിക്കുകയാണ്. ഇവിടെ ശേഷിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും, അതാണ് വിശ്വാസം. എന്നാൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് ഇവിടെ ഉള്ളത് കൊണ്ട് കർത്താവ് ശരണപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ഇന്നും അത്ഭുതം നടക്കാൻ, ഇന്നും ആളുകൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഈ
കുഞ്ഞിലൊരു ഭൂതം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒക്കെ അതിൻ്റെ ആത്മീക അർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യനിലൊക്കെ പിശാചാണല്ലോ ഉള്ളത്. പിശാച് പുറത്തുപോയി ദൈവമക്കളായി തീരണം, അതാണ് അതിൻ്റെ ആത്മീക അർത്ഥം. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഉള്ള ഭൂത പുറത്താക്കലിൻ്റെ കാര്യമല്ല, അതിൻ്റെ ആത്മീയ അർത്ഥമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആളുകൾ പിശാചിനെ വിട്ട് പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവമക്കളായി തീരാനിടയായി തീരണം. അതാണ് നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളെ ഉപയോഗിക്കാനായിട്ട് കർത്താവിന് സാധിക്കും. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അന്ത്യകാലം ആകുമ്പോഴേക്കും മനുഷ്യന്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിട്ട് വിശ്വാസത്യാഗം സംഭവിച്ചിട്ട് മനുഷ്യര് പ്രയോജനം ഇല്ലാത്തവരായി, ദൈവമക്കൾ പ്രയോജനമില്ലാത്തവരായി, ഫലമില്ലാത്തവരായി തീരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടെ കർത്താവിൽ ശരണപ്പെട്ട് പ്രാർത്ഥനയോടുകൂടെ വിജയം നേടുവാൻ, കർത്താവിന് മഹത്വം നൽകുവാൻ ദൈവം നമ്മേവരെയും ഇതിനാൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.